നമ്മൾ ഇന്ന് ഈ ഭവനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശിവനായ തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷമായ റംശ നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ അർപ്പിക്കുകയാണ്. യാമ പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മൾ സായാഹ്നം ആരംഭിക്കുകയും ചെയ്യുകയാണ്. പൗരസ്ത്യ സുറിയാനി ക്രമത്തിൽ പ്രധാനമായിട്ടും 7 യാമങ്ങളാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ കാനോൻ നമസ്കാര പുസ്തകത്തിലുമൊക്കെ ഈ 7 യാമങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും മനോഹരമായിട്ടുള്ള പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ 7 യാമങ്ങളെ യഥാർത്ഥത്തിൽ യഹൂദ പാരമ്പര്യത്തിൻ്റെ അവരുടെ യാമങ്ങളിലെ പ്രാർത്ഥനയുടെ ഒരു തുടർച്ചയായിരുന്നുകൊണ്ട് ഈശോയും ഇപ്രകാരമുള്ള യാമപ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലിയിരുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം മലമുകളിലേക്ക് പോയി വിജനതയിലായിരുന്നു തുടങ്ങിയ വിവരണങ്ങളെല്ലാം ഈശോ യാമപ്രാർത്ഥനയ്ക്കായിട്ട് ഏത് സ്ഥലത്താണെങ്കിലും തൻ്റെ പതിവുള്ള ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള യാമപ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചൊല്ലിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ്. അത് തന്നെയാണ് ഗെത്സമൻ തോട്ടത്തിലും ശിഷ്യന്മാരോടൊപ്പം അവർ നിദ്രാരസരായിട്ടിരുന്നെങ്കിലും ഈശോ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചത് തൻ്റെ ആ യാമപ്രാർത്ഥന തന്നെയാണ് എന്നാണ് സഭാപണ്ഡിതന്മാർ പറയുക. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും 7 യാമങ്ങളാണുള്ളത്. നമ്മുടെ സായാഹ്ന നമസ്കാരമായ റംശ പ്രാർത്ഥന, അതിനുശേഷം വരുന്ന 3 മണിക്കൂർ ഇടവിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ. വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന റംശ പ്രാർത്ഥനയും, അതിനുശേഷം രാത്രിയിൽ 9 മണിയോടുകൂടി ശുഭാ പ്രാർത്ഥനയും, രാത്രി 12 മണിക്ക് മിഡ് നൈറ്റ് പ്രയറായ ലലിയായും, അതിനുശേഷം പ്രഭാതത്തിൽ 3 മണിക്ക് കാലാദ് ഷഹറ എന്ന് പറയുന്ന പ്രാർത്ഥന. കാല എന്ന് വെച്ചാൽ സുറിയാനിയിൽ വോയിസ് എന്നാണ് അർത്ഥം. കാല വോയിസ്. ഷഹറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി എന്നാണ്. അതായത് പത്രോസ്ലിഹ ഈശോയുടെ പീഡാനുഭവ വേളയിൽ ഈശോയെ തള്ളി പറയുമ്പോൾ കോഴി കൂവിയ ഒരു സമയമായിട്ട് പറയുന്നത് പ്രഭാതത്തിലെ ആ 3 മണി സമയമാണ് എന്നുള്ള രീതിയിലാണ് കാലാദ് ഷഹറ എന്ന പേര് വരുന്നത്. പിന്നീട് രാവിലെ 6 മണിക്ക് നമ്മൾ സപ്ര ചൊല്ലുന്നു. വീണ്ടും 9 മണിക്ക് കുത്താ പ്രാർത്ഥന ചൊല്ലുന്നു. പിന്നെ 12 മണിക്ക് യന്താന മധ്യാഹ്ന പ്രാർത്ഥന. അപ്രകാരമുള്ള 7 പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകളാണ് നമ്മൾ പൊതുവെ പൗരസ്ത്യ സുറിയാനിയുടെ ആരാധനാക്രമത്തിലുള്ളത്. പ്രധാനമായിട്ടും ഇവയെല്ലാം കൃത്യമായിട്ട് പാലിച്ചിരുന്നത് ആശ്രമങ്ങളിലാണ്, ഡയറകളിലാണ്. ഡയറ എന്ന് പറയുന്ന വാക്ക് തന്നെ സുറിയാനിയിലെ ആശ്രമങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭാപിതാക്കന്മാരെല്ലാവരും നല്ലൊരു ശതമാനവും ഡയറകളിൽ താമസിച്ചിരുന്നവരായിട്ടാണ് പറയുന്നത്. മാറാപ്രം പിതാവും നർസായിയും അതുപോലെ തന്നെ ഐസോക്കോസ് എന്നിവയും ഇവരെല്ലാവരും ഡയറകളിൽ താമസിച്ച് ആരാധനാക്രമങ്ങൾ, ലിറ്റർജിയുടെ ഓരോ രൂപങ്ങൾ രൂപീകരിച്ചെടുക്കുന്ന വലിയ കർമ്മവും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങളുമൊക്കെ നടത്തിയിരുന്നത് ഇപ്രകാരമുള്ള ഡയറകളിലായിരുന്നു എന്നാണ് പറയുക. അത് സ്നാപക യോഹന്നാൻ്റെ ജീവിതം പോലും അപ്രകാരമായിരുന്നു എന്നാണ് നമ്മൾ കാണുക. അപ്പോൾ ഇപ്രകാരമുള്ള വലിയ പാരമ്പര്യം നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു, വർഷങ്ങളോളം ഉണ്ടായിരുന്നു. നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശിവനായ തിരുനാളിൻ്റെ ദിവസത്തിലായിരിക്കുന്ന ഇന്ന ദിവസം നമുക്ക് ഈ യാമപ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥനയായ റംശയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിച്ച് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷമായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും നല്ല പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗവാസികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും ഭൂവാസികളോട് ചേർന്ന് അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയുടെ നിഗൂഢമായ ദൈവ സ്വഭാവത്തെ വിശുദ്ധ വിചാരങ്ങളോടും നിർമ്മല മനസാക്ഷിയോടും കൂടെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹിയോനിൽ വാഴുന്ന ദൈവമേ, അങ്ങ് സ്തുതിക്ക് യോഗ്യനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, ഞങ്ങളുടെ മാർഗങ്ങൾ വിജയത്തിലെത്തുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, നിന്റെ ശക്തിയാലും ജ്ഞാനത്താലുമാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സഹിയോനിൽ വാഴുന്ന ദൈവമേ, അങ്ങ് സ്തുതിക്ക് യോഗ്യനാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, ഞങ്ങളുടെ മാർഗങ്ങൾ വിജയത്തിലെത്തുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ ശക്തിയാലും ജ്ഞാനത്താലുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നരകുലരക്ഷകനേ, ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. അങ്ങയുടെ അങ്കണങ്ങൾക്കായി എന്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി എന്നേക്കും. മിശിഹാ ശബഹീനൻ ആദത്തു മുലകുമാനാദു പകരായി വാത്തു പാറോക്കത്താവാദനവശാസൻ. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. മിശിഹാ കർത്താവേ, വാനരൂപികളും സ്നേഹരുമൊത്തം നായ് പാവനയാം നിന്മാതാവിൻ സ്വർഗാരോപണ സുദിനമിവർ റൂഹാദൻ സദ്ഗീതികളാൽ സാനന്ദം കൊണ്ടാടിയിടാൻ യോഗ്യത നീ സദയം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്ക് കേട്ടെന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരവരുളണമേ. യസ്രാഹം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശുഭാലാവാം ഉലവറാവൽ റുഹദകൂലിശാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സഭകളുടെയും ഐക്യത്തിനും അഭ്യർത്ഥിക്കാൻ വേണ്ടി സഹോദരരെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവ്വദേശാന്തരപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലം കൃതമായി രാജ്യം ഭൂഗീതാനന്ദം അവിടെ അനശ്വരഗേഹത്തിൽ ആനന്ദത്തിൻ മണവറയിൽ ഋത്വസ്തുതികൾ പാടുന്നു. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ അനുഗ്രഹീതയായ മാതാവ് പരിശുദ്ധ കന്യക മറിയത്തിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ സഹായവും സംരക്ഷണവും പ്രദാനം ചെയ്യണമേ. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. പിതാക്കന്മാരുടെ സ്ഥാനത്ത് പുത്രന്മാർ അവരോധിക്കപ്പെടും. പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാ നിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. Wada kolokon sagadawa gandisha udamaran takvelen amminais shurarama ubes gausaga sinam utaprog wasbase wasyavase wasnatal pagrain unamshasan min bisha khailawase bukolokon savine undane maradko lava babra ruha rukdishal almin ആമേൻ. barikuma നിത്യപിതാവിന്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹാം എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പിഴകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ. അവൻ തന്നെ മനോജ്ഞമായ പ്രകാശത്തേക്ക് നമ്മെ നയിക്കുകയും ഇതുണ്ടാകുന്ന എല്ലാ ഉത്തരവങ്ങളിൽ നിന്ന് ശ്രീപാട് ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.